ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ ഒരു ക്യാമ്പിങ്ങിന് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എവിടെ പോകുന്നതെന്ന് ഞാൻ കാണിക്കാം. എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ. അതൊരു പ്രൈവറ്റ് റിസോർട്ടോ അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല. പാലസ് അങ്ങനെ എന്തോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനുള്ള കുറേ ഫുഡ് ഐറ്റംസും പിന്നെ അത് കൊണ്ടുപോകാൻ ഡ്രസ്സ്, സ്ട്രോളറ്, പിന്നെന്താ ട്രോളി, ഇനി ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എല്ലാവരും കൂടെ വന്നിരുന്നു മാരിനേറ്റ് ചെയ്യാനും. അപ്പോൾ എല്ലാവരും കൂടെ എല്ലാം ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കാണിക്കാം. ഇന്നലത്തെ കുറച്ച് ഫൂട്ടേജസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത് മെമിക്കാണ്. മെമിക്കപ്പോൾ ബ്ലോക്കിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. നമ്മൾ 3 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. അപ്പോൾ 3 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ നല്ല ബ്ലോക്കാണ്. അപ്പോൾ 5 മണി ആയിപ്പോൾ ഇവിടെ. അതെടുത്തോ. ഇതെന്താ പറയാ, ആരുണ്ടാക്കിയതാ? ഹലോ ആഷിഖ്, എന്താണ് പണി? ഓ, ഇതെന്താണ്? അതാണോ? പിന്നെന്താ, ഇതൊക്കെയാണ് ഇനി വിശേഷങ്ങളൊക്കെ ഞാൻ പയ്യെ ഇങ്ങനെ കാണിക്കാം. പിന്നെ എല്ലാ വീക്കെൻഡും എന്തെങ്കിലും പരിപാടി അത് മസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എല്ലാ വീക്കെൻഡും. പിന്നെ ഇതിപ്പോൾ നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്തിട്ട്, 1 മാസം ഒക്കെ ആയി കാണും. അപ്പോൾ അതിൻ്റെ എല്ലാ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം സെറ്റാക്കി ഇപ്പോൾ നമ്മൾ പോകാൻ പോവാണ്. പിന്നെ എല്ലാവരും കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. നമ്മളൊരു 5, 6, 7 ഫാമിലിയൊക്കെ ഉണ്ട്. 5 ഫാമിലി, ബാക്കി ബാച്ചിലേഴ്സ് കുറച്ച് പേര്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ ജോയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കണത്. അപ്പം ഞാൻ ഇന്ന് ഓഫീസിലൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഉണ്ടായത് കാരണം അതിന് പോയതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെമിക്ക് നേരെ നമ്മൾ ഇക്കൻ്റെ അടുത്ത് ആക്കും. പിന്നെ അവിടുന്ന് സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ അവളെ അവിടുന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ അതിലോട്ട് മാറിക്കയറും. നമ്മളെ സാധനങ്ങളൊക്കെ അതിൽ ആക്കിയിട്ട് നമ്മൾ ഒരു ലൈറ്റൊക്കെ പോകുന്നതിന് മുന്നേ അവിടെ എത്തണം എന്നായിരുന്നു പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലാഗ് വന്നു. മെമിക്കയുടെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടി വന്നത്. അപ്പോൾ അതാണ് ഇച്ചിരി ലാഗായത്. ഇല്ലെങ്കിൽ ഞാൻ ഓൺ ടൈമിൽ എത്തിയേനെ. എപ്പോഴും എല്ലാ പ്രാവശ്യം ഇതുപോലെ തന്നെയാണ്, ഇച്ചിരി ലേറ്റ് ആവും. എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടെ റെഡിയായി കുറേ പേര് പോകുന്നതുകൊണ്ട് എല്ലാവരും കൂടി എത്തണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്ലാൻ ബി എടുത്തിട്ടുള്ളത് കുറച്ച് ആൾക്കാർ നേരത്തെ പോകാം, ബാക്കി എത്തുമ്പോൾ എത്തട്ടെ എന്നുള്ളത്. കുറച്ച് അവിടെ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ചെയ്യാം. ഫുഡൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാം പാത്രങ്ങളും ഒക്കെ കൊണ്ടാണ് പോകുന്നത്. അവിടെ അവർ പറഞ്ഞത് അവിടെ വേറെ ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും വേറെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഒരു പാലസ് സെറ്റപ്പാന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, അവിടെ ഞാൻ പോയിട്ടില്ല. ഹസ്ബൻഡ് പോയിട്ടുണ്ട്. അവർ ബാച്ചിലേഴ്സായിട്ട് നേരത്തെ പോയിട്ടുണ്ട്, 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലേഡീസൊക്കെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്താണ് അവസ്ഥ എന്നറിയില്ല. അവർ പറഞ്ഞത് ഒരു 1 or 2 കിലോമീറ്റേഴ്സ് ഉള്ളിലാണ്. അപ്പോൾ വേറെ ഷോപ്പുകൾ ഫുഡ് കഴിക്കാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ അവിടെ അത്രയും ഇതിനുള്ളിൽ ഇത് മാത്രമേ ഉള്ളൂ, ലൈക്ക് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ബീച്ചൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലേ അറിയൂ അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇനി അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഫോട്ടോസൊന്നും അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ കാണിക്കാൻ പറ്റുമെന്നറിയില്ല. അലൗഡ് ആണെങ്കിൽ ഞാൻ എന്തായാലും ബാക്കി വീഡിയോസ് ആയിട്ട് വരാം. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് അവിടെ ചെന്ന് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് ഗീ റൈസൊക്കെ വെച്ച് കഴിക്കാം. പിന്നെ രാവിലെ ദോശമാവും ബ്രെഡ് ഓംലെറ്റൊക്കെ അടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാം. എന്തായാലും ഒരു എണീക്കണമെങ്കിൽ 10 മണിയൊക്കെ ആവും. ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ ഉറക്കമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഉറങ്ങാത്ത ആൾക്കാർക്ക് കഴിക്കാനും ഒക്കെ ഉള്ള
നൂഡിൽസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി വെക്കാനുള്ള ചിക്കനും പിന്നെ അതിന് വേണ്ട എല്ലാ A to Z എല്ലാ സാധനങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസൊക്കെ. അപ്പോൾ ചെന്ന് നോക്കിയാൽ അറിയാം. നമ്മൾ ഇങ്ങനെ ഡെസേർട്ടിൽ ക്യാമ്പിങ്ങിന് പോവുക അല്ലെങ്കിൽ അങ്ങനെ ഹാഫ് ഡെസേർട്ട് പോവുക എന്നൊക്കെ അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ഒരു ഇതുപോലൊരു ക്ലോസ്ഡ് പ്ലേസിൽ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ്. മറ്റേത് നമ്മൾ ടെൻറ്റും കാര്യങ്ങളും കൊണ്ട് പോവുക, വരിക, രാവിലെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരിക, അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ എന്താ അറിയില്ല, എന്താവും എന്നറിയില്ല, പോയിട്ട് നോക്കണം. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് മറിയാൻ വരും ഇത്ര സാധനങ്ങൾ വണ്ടിയിൽ കയറ്റാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനും അവളും കൂടെ മെമിക്കയുടെ കൂടെ പോയിട്ട് അങ്ങനെ പിന്നെ മറി കയറാൻ എന്നുള്ളതാണ് പ്ലാൻ. ഇത്രയൊക്കെയുള്ളൂ വിശേഷം. ബാക്കി ഞാൻ വഴി കാണിക്കാം. ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള ബാഗ്, ഇത് എഗ് ട്രേ, മറ്റത് ബേബിയുടെ സ്ട്രോളറാണ്. പിന്നെ കുറച്ച് കട്ടിംഗ് ബോർഡ്, അങ്ങനെ ദോശ ആക്കാനുള്ളത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇത് ദോശമാവ്, പെപ്സി, മൊത്തം പിന്നെ ബ്ലാങ്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ്. വെജിറ്റബിൾസ് അത്രയേ ഉള്ളൂ. പിന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ. ഇത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ, ഇത് മാരിനേറ്റ് ചെയ്യാത്ത കറിക്കുള്ള ചിക്കൻ. അങ്ങനെയല്ല, ഇതിപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രം വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ എല്ലാവരും വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു വണ്ടിയിൽ കയറ്റാൻ. ഇപ്പോൾ എല്ലാം കൂടെ ഒരു വണ്ടിയിൽ പോകില്ല എന്നുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്യാനും എല്ലാം കയറ്റാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്കാണ് വന്നത്. 2 ഫാമിലി നേരത്തെ പോയി, പിന്നെ ബാക്കി ബാച്ചിലേഴ്സും പിന്നെ ഇവരും മാത്രം വന്ന്. പിന്നെ നമ്മൾ ഇക്കൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അൽക്കൂസ് പോയിട്ട് അവിടെയൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു പമ്പിൽ. അപ്പോൾ അവിടെ എത്തി ഇക്കൻ്റെ വണ്ടിയിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി കയറ്റിയിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇനി അനിയത്തിനെ പിക്ക് ചെയ്യണം. അവളെ പിക്ക് ചെയ്തിട്ട് ആണ് പോകുന്നത്. ഓൾമോസ്റ്റ് അവിടെ എത്തി. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ പിന്നെ ഇതിൻ്റെ ഔട്ട് ഹൗസ്, പിന്നെ പാലസ്, അങ്ങനെ 2-3-4 സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ മെയിൻ പാലസൊക്കെ പൊളിച്ചളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 50 വർഷത്തിന് എന്തായാലും പഴക്കത്തിനുണ്ടാവും. ഇനി നിങ്ങൾ നമ്മൾ സ്റ്റേക്ക് പോകുന്ന സ്ഥലം കണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് നമുക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഗേറ്റാണ്. അപ്പോൾ 2 മലയാളികളാണ് ഇത് നോക്കി നടത്തുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകുന്നത് ഇവരുടെ ഔട്ട് ഹൗസിൽ താമസിക്കാനാണ്. അതിനാണ് പ്രൈവറ്റ് ബീച്ച് ഉള്ളത്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ ഔട്ട് ഹൗസിലോട്ടാണ് പോകുന്നത്. അതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാലസ് വേറെ ഉണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് ആ ഗേറ്റ് വരെ പോയിരുന്നു. അവിടെ ഇവരിപ്പോൾ അവിടെ അത് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്.
എൻ്റെ ഔട്ട് ഹൗസ് തന്നെ കാണാൻ അടിപൊളിയാണ്. പിന്നെ പാലസിൻ്റെ ഇപ്പം അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. ഫുൾ റഗ്ഗാണ് അകത്തിട്ടിട്ടുള്ളത്, മൊത്തം കാർപ്പറ്റായത് കാരണം അവർക്കത് മണലാവുമ്പോൾ നമ്മൾ ചവിട്ടി കയറി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തന്നെ കണ്ടാലറിയാം. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതാണ്. ചുറ്റിനും വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മൊത്തം റോഡാണ്. പിന്നെ 2 സൈഡിലും വെള്ളമൊക്കെ ആയിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു റോഡ്, അങ്ങോട്ടേക്ക് അതാണ് ഇതിൻ്റെ വഴി. വേറെ കടകളോ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പറ്റുകയാണെങ്കിൽ മസ്റ്റായിട്ടും എല്ലാവരും പോകണം അവിടെ. അതായത് ദുബായിൽ അങ്ങനൊരു ഞാനിതുവരെ പോയിട്ടില്ല. ബീച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ പോകാനല്ലാണ്ട് അത് നമ്മൾ നാട്ടിൽ റിസോർട്ട് പോയി നിൽക്കുന്ന പോലെ തന്നെയാണ്. ഇത് എൻ്റയർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴി. പിന്നെ നമ്മളിപ്പോൾ നേരെ നമ്മൾ താമസിക്കുന്ന അവിടേക്കാണ് പോകുന്നത്. പിന്നെ രാവിലെ ആയിട്ടാണ് പിന്നെ നമ്മൾ മറ്റിടത്ത് കൂടെ ഒക്കെ ഒന്ന് പോയി കണ്ടേ. അപ്പോൾ ഞാൻ കാണിക്കാൻ ബാക്കി. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കാൻ വേണ്ടി വന്ന ആ ഒരു ഔട്ട് ഹൗസ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല. ഞങ്ങളെല്ലാവരും ലേഡീസ് നമ്മൾ പറയായിരുന്നു ഇവിടെയാണോ നിങ്ങൾ കൊണ്ടുവന്നതെന്നൊക്കെ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കാരണം നല്ല പഴയ ഒരു വീട്, നല്ല എന്താ പറയുക ഭയങ്കര പഴയതാണ്. അപ്പോൾ ഇതാണ് വീട് വരുന്നത്, ആ ഔട്ട് ഹൗസ് വരുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു 4 ഫാമിലിയും ബാക്കി ബാച്ചിലേഴ്സ് 5 ഫാമിലി ഉണ്ടായിരുന്നു, ബാക്കി ബാച്ചിലേഴ്സും ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകം. ഇൻഡോറൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നല്ല നമുക്ക് ഭയങ്കര സന്തോഷമായി കണ്ടു. പുറത്തുനിന്ന് ഉണ്ടാവും എന്താ ഇതെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നല്ല രീതിയിൽ അത് അപ്പോൾ അതിൻ്റെ വാൾ സ്റ്റിക്കേഴ്സൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ യൂസ്ഡ് അല്ലാത്തതുകൊണ്ടുള്ള ഭയങ്കര ഇപ്പോൾ ഈ വീക്കെൻഡിൽ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ് വേറെ അല്ലാണ്ട് ഒരു യൂസും ഇതിനില്ല. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ഇനി ഇതിൻ്റെ ഹോം ടൂർ പോലെ കാണിക്കാം. ഇതിൻ്റെ ഫുൾ എല്ലാ വീടിൻ്റെ ഉൾവശമൊക്കെ. അവിടെ വാ, ഇവിടെ പോയിട്ട്
ഇത് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ കുറച്ച് കടലിലോട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നൊരു, എന്താ പറയാതെ എനിക്കറിയില്ല, ഒരു ചെറിയൊരു റോഡ് പോലെ കുറച്ച് കടലിലോട്ട് ഇറക്കിയിട്ട് നല്ല രസമായിരുന്നു എല്ലാവരും. പിന്നെ നമ്മൾ രാവിലെ ആയിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ, അത് മൊത്തം ഒരു പ്രൈവറ്റ് ഏരിയയാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ വെറുതെ ഒരു ഡ്രൈവ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ പോയി. മറ്റേ നമ്മുടെ ശരിക്കും ഇതിപ്പോൾ ഔട്ട് ഹൗസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ പാലസിൻ്റെ സൈഡിലോട്ടൊക്കെ ഒന്നിങ്ങനെ പോയി. പോകുന്ന വഴിക്ക് മൊത്തം മാനുകളായിരുന്നു, ഒരുപാട് മാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാനിനെയൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ അവിടെ വരെ പോയതാണ്. ഇതാണ് മറ്റേ പാലസ് എന്താണെന്നറിയില്ല, അതിൻ്റെ ഉള്ളിൽ ഔട്ട് ഹൗസ് ആണെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ നിൽക്കുന്നേക്കാളും ഡബിൾ സൈസിലൊക്കെ ഉള്ളൊരു വീടാണ് ഇത്. അപ്പോൾ അത് ലോക്കായിരുന്നു, അല്ലെങ്കിൽ നമുക്കത് ഓപ്പണാക്കി തരുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അത് അവർ ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പോയി തിരിച്ച് വന്നതിന് ശേഷം എല്ലാവരും കടലിലൊക്കെ ഇറങ്ങി. ഇതവിടെ എന്തോ ഉണ്ടായിരുന്നൊരു ബോട്ടാണ്, അതിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ ഇറക്കിയതാണ്. അത് പിന്നെ ഞാൻ കുറച്ച് സമയം കിടന്നുറങ്ങി. ആ സമയത്ത് അവർ കയറിയതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. ഇവർ മാത്രമായിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നല്ല ആഴമുള്ള, തുടക്കത്തിൽ നല്ല ആഴമുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇതൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ വിശേഷം. ഒന്നും ചെയ്തില്ല. ആളുകൾ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ വെച്ച് അതൊക്കെ കഴിച്ചു. നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് പകൽ ടൈമുള്ള ആ റോഡിൻ്റെയൊക്കെ ഒരു വ്യൂ. സൈഡിൽ ചെറിയ കായൽ പോലെ, കടലാണോ കായലാണോ, കടലിന് വെള്ളം കയറ്റിയതെന്ന് തോന്നുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ നല്ല ക്ലൗഡി ആയിരുന്നു ക്ലൈമറ്റൊക്കെ. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മഴയൊക്കെ കിട്ടി, നമുക്ക് നല്ലൊരു മഴയും. പിന്നെ അവർ തന്നെ അവിടെ ചെയ്യുന്നൊരു കാട്ടുതേനോ അങ്ങനെ എന്തോ പറഞ്ഞു, അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത്, നമുക്കിന്ന് ഹസ്ബൻഡിന് ഒരു എക്സ്കോമിൻ്റെ അവരുടെ ഒരു ആനുവൽ ഡേൻ്റെ ഒക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ മീറ്റിങ്ങിന് വേണ്ടി പോന്നു. സിലിക്കണിലാണ് വന്നത്. പിന്നെ ബാക്കി എല്ലാവരും നേരെ റൂമിലോട്ട് പോയി. നമ്മൾ മീറ്റിങ്ങും കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയിട്ടാണ് റൂമിലെത്തിയത്. ഇതിപ്പോൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് സംസാരിക്കുന്നതാണ്. പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആനുവൽ ഡേ ആണ് വരുന്നത്, 30th ആനുവൽ ഡേ അങ്ങനെ എന്തോ ആണ് വരുന്നത്, മെയ്സിൻ്റെ ഇവരുടെ കോളേജിൻ്റെ. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസാണ് നടക്കുന്നത്. പിന്നെ ഇത് ഗ്രേസി ആൻറ്റി, നല്ല സ്വീറ്റ് ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, ആ സെയിം ബിൽഡിങ്ങിലാണ് അവരുടെ വീട്. അപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതവരുടെ ഡോഗാണ് ബിസ്ക്കറ്റ്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ കാണിക്കുമായിരുന്നു. 25th ഫ്ലോറിലാണ് റൂം വരുന്നത്. അപ്പോൾ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. പിന്നെ അവരിങ്ങനെ പറയുക
നമ്മുടെ ന്യൂ ഇയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറെ എവിടെയും പോകണ്ട, ബാൽക്കണിയിൽ നിന്നാൽ തന്നെ എല്ലാ ഫയർ വർക്ക്സൊക്കെ കാണാൻ പറ്റുന്ന നല്ല നൈസ് റൂമായിരുന്നു. അവിടെ ഗ്രേസ് ആൻറ്റിയും സിബി ചേട്ടനും മാത്രമേ താമസിക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ പുറത്ത്, ഒരാൾ ജർമ്മനിയിലാണ്, ഒരാൾ നാട്ടിൽ ബാംഗ്ലൂരിൽ പഠിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാതും കാണാൻ പറ്റുന്നുണ്ട്. ബുർജ് ഖലീഫയും ബുർജ് അൽ അറബും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ബാൽക്കണിയിൽ നിന്ന്. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഫുഡ് തന്നിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അല്ലു ഇപ്പോൾ ബിസ്കുവിനെ വീട്ടിൽ കൊണ്ടുപോകണം പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അവരുടെ പപ്പിയാണ് ബിസ്കു. അപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവൾ നല്ല കളിയായിരുന്നു, നല്ല ഒരു ക്യൂട്ട് പപ്പി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.